സംവരണത്തെക്കുറിച്ച് വനിതാ ശാസ്ത്രീകരണത്തെക്കുറിച്ച് വാതോരാതെ സംസാരിക്കുന്ന കേന്ദ്ര സർക്കാർ വാക്കുകൾക്കും പ്രവൃത്തികൾക്കും ഇടയിൽ വലിയൊരു വിടവ് നിലനിർത്തുകയാണ്. സ്ത്രീ സംരക്ഷണത്തിന്റെ മറവിൽ മണ്ഡല പുനർനിർണയ ബില്ല് പാസാക്കാനുള്ള തിരക്കിലായിരുന്നു നമ്മുടെ കേന്ദ്ര സർക്കാർ. എന്നാൽ വോട്ടെടുപ്പിന് പരാജയപ്പെട്ടതുകൊണ്ട് അത് നടന്നില്ല. പരാജയപ്പെട്ടതിനു ശേഷം പ്രതിപക്ഷത്തിന്റെ രാജ്യവിരുദ്ധ സ്ത്രീ വിരുദ്ധ മനോഭാവം പറഞ്ഞ് ജനങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കാൻ ശ്രമിക്കുകയാണ് ഇപ്പോൾ. ബംഗാൾ ഇലക്ഷൻ ലക്ഷ്യം വെച്ചും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ സമ്മർദ്ദത്തിലാക്കാനും വേണ്ടിയുള്ള ഈ ബുദ്ധിയൊക്കെ ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. 33% വനിതാ സംവരണ ബിൽ 2023 ഏകകണ്ഠമായി പാസാക്കിയതാണ്. അത് നടപ്പിലാക്കാൻ ആത്മാർത്ഥമായ താല്പര്യമുണ്ടെങ്കിൽ നിലവിലുള്ള 543 സീറ്റുകളിൽ ഇപ്പോൾ തന്നെ നടപ്പിലാക്കാമായിരുന്നു. എന്നാൽ അതിന് മണ്ഡല പുനർനിർണയവും സെൻസസുമായിട്ടൊക്കെ ബന്ധിപ്പിച്ചത് 2029 നീട്ടിവെച്ചത് രാഷ്ട്രീയമായ കബളിപ്പിക്കൽ തന്നെയാണ്. നിലവിലുള്ള 543 സീറ്റുകളിൽ തന്നെ സ്ത്രീകൾക്ക് അർഹമായ 33% നൽകാൻ സർക്കാരിന് യാതൊരു തടസ്സവുമില്ല. സീറ്റുകളുടെ എണ്ണം 800 മുകളിലേക്ക് വർദ്ധിപ്പിച്ച് തങ്ങൾക്ക് അനുകൂലമായ രീതിയിൽ മണ്ഡലങ്ങൾ പുനർനിർണയിക്കാനുള്ള ഈ കുതന്ത്രമൊന്നും ആർക്കും മനസ്സിലാവില്ലെന്ന് വിചാരിക്കുന്നതല്ലേ നിങ്ങൾ പരാജയം. ജയിച്ചാൽ ലോട്ടറി, തോറ്റാൽ പ്രതിപക്ഷത്തിന് മേലെ പഴിചാരുക എന്ന തന്ത്രമാണ് അമിത്ഷായും കൂട്ടരും ഇപ്പോൾ പയറ്റി നോക്കുന്നത്. സ്ത്രീകൾ പാർലമെന്റിൽ എത്തണമെന്ന് ബിജെപിയുടെ ആഗ്രഹമാണെങ്കിൽ അതിനൊരു ബില്ലിനായി കാത്തിരിക്കേണ്ട കാര്യമുണ്ടോ? നിലവിലുള്ള സീറ്റുകളിൽ 33% അല്ലെങ്കിൽ 50% സീറ്റുകൾ സ്ത്രീകൾക്ക് നൽകാൻ ബിജെപിക്ക് ആരാണ് തടസ്സം നിൽക്കുന്നത്? സ്വന്തം മന്ത്രിസഭയിൽ പോലും 50% സംവരണം നൽകാത്തവർ അധികാരമില്ലാത്ത ബില്ലുമായി വരുന്നത് വെറും പൊടി തട്ടിയെടുക്കൽ മാത്രമാണ്. വനിതാ സംവരണ ബില്ലിന്റെ പേരിൽ പാർലമെന്റിൽ നടന്നത് സ്ത്രീ ശാസ്ത്രീകരണമല്ല, മറിച്ച് ഇന്ത്യൻ ജനാധിപത്യത്തെ അട്ടിമറിക്കാനുള്ള ആസൂത്രിതമായ നീക്കമായിരുന്നു. ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ സീറ്റുകൾ വർദ്ധിപ്പിക്കുമ്പോൾ ജനസംഖ്യ നിയന്ത്രണം പാലിക്കാത്ത വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിൽ സീറ്റുകൾ കുത്തനെ കൂടും. ബിജെപിയുടെ ശക്തി കേന്ദ്രങ്ങളിൽ സീറ്റുകൾ കൂടുമ്പോൾ വികസനത്തിലും സാമൂഹിക ബോധത്തിലും മുന്നിട്ട് നിൽക്കുന്ന ദക്ഷിണേന്ത്യയുടെ, അതായത് നമ്മൾ കേരളം പോലെയുള്ള സംസ്ഥാനങ്ങളുടെ രാഷ്ട്രീയ സ്വാധീനം ഇല്ലാതാകും. സ്ത്രീ സംവരണത്തിന്റെ പേരിൽ തങ്ങളുടെ ഭരണം വളഞ്ഞ വഴിക്ക് ഉറപ്പിക്കാനാണ് അവർ ശ്രമിക്കുന്നത്. ആത്മാർത്ഥതയുണ്ടെങ്കിൽ സ്ത്രീകൾക്ക് സംവരണം 50% നൽകൂ, റൊട്ടേഷൻ നടപ്പിലാക്ക്. സ്ത്രീകളോട് അത്രയ്ക്ക് സ്നേഹമുണ്ടെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ മാതൃകയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ മോദി സർക്കാർ തയ്യാറാണോ? വെറും 33%-ലല്ല, പകുതി സീറ്റുകളിലും സ്ത്രീകൾ മത്സരിക്കട്ടെ. പ്രധാനമന്ത്രി പദമടക്കം റൊട്ടേഷൻ അടിസ്ഥാനത്തിൽ സ്ത്രീകൾക്ക് നൽകണം. 5 വർഷത്തിലൊരിക്കൽ ഒരു വനിതാ പ്രധാനമന്ത്രി രാജ്യം ഭരിക്കട്ടെ. 20 പേരുള്ള മന്ത്രിസഭയാണെങ്കിൽ 10 പേർ വനിതകളായിരിക്കണം. ഇങ്ങനെ ഒരു ബില്ലാണ് കൊണ്ടുവരുന്നതെങ്കിൽ ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയും അതിനെ എതിർക്കില്ല. അതിന് തയ്യാറാവാതെ സ്ത്രീകളുടെ പേരിൽ സീറ്റെണ്ണം കൂട്ടി അധികാരം പിടിച്ചെടുക്കാൻ നോക്കിയ ചാണക്യ തന്ത്രമാണ് പാർലമെന്റിൽ പൊളിഞ്ഞു വീണത്.